+2 റിസൾട്ട്സ് 26-ന് വൈകുന്നേരം 3 മണിക്ക് എത്തുക. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം വലിയ ടെൻഷൻ ഒന്നുമില്ല. പണ്ട് ഒക്കെയുള്ള കുട്ടികൾ ടെൻഷൻ അടിക്കുന്ന പോലെ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ റിസൾട്ട്. കാരണം റിസൾട്ട് എന്തായാലും നമുക്കെല്ലാം റെഡി ആയിട്ടിരിക്കുന്ന സാധനമാണ്, അതിനിയും വന്നാൽ മതി. പക്ഷേ റിസൾട്ട് വന്നു കഴിയുമ്പോൾ പലർക്കും വെപ്രാളമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചിലർക്ക് ഉദ്ദേശിക്കുന്ന മാർക്കിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടി സന്തോഷിക്കുന്നവരുണ്ട്. ചിലർ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടാത്ത ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം. ഉദ്ദേശിക്കാത്ത മാർക്ക് കിട്ടാത്തവർ, ചിലപ്പം ചില വിഷയങ്ങളിൽ തോൽക്കുന്നവർ, എല്ലാവരും പെർഫെക്റ്റ് ആകത്തില്ല. 100% ഉണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള കുട്ടികൾ കാണും. അന്നേരം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അന്നുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റീവാലുവേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പുത്തനായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കുന്ന ദിവസം കൂടിയായിരിക്കും അന്ന്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യത ഒന്നുമില്ലടേ. നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ളതാണ് +2, ഉറപ്പാണ് ഫ്യൂച്ചറിലേക്കുള്ളതാണ്. പക്ഷേ നമ്മളിനി ഏത് തരം റിസൾട്ട് വന്നാലും അതിനെ 100% അംഗീകരിച്ചിട്ട് മാർക്ക് കുറവുണ്ടെങ്കിൽ അത് ഇപ്പം സേ എന്ന് പറയുന്ന ഓപ്ഷൻ, ഏതെങ്കിലും വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ജൂണിൽ തന്നെ ഉണ്ട് സേ 1 ഇയറിനേ ഉള്ളൂ. ഒറ്റ മാസം കൊണ്ട് പേപ്പർ നോക്കി റിസൾട്ട് നമുക്ക് വരും. ഏത് കോഴ്സിനും നമുക്ക് പോയി ചേരാം, അങ്ങനെ പ്രശ്നമില്ല. ഇനിയും ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു വിഷയത്തിനാണ് നമ്മൾ മാർക്ക് കുറയുന്നതെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഒറ്റ വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ +2-ൽ. ഒറ്റ വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ 6 വിഷയമുള്ളത്, ഇപ്പം കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ ഫിസിക്സിന് അല്ലെങ്കിൽ മാത്സിന് ഏതെങ്കിലും ഒരു വിഷയത്തിന് നമുക്ക് വളരെ മാർക്ക് കുറഞ്ഞു, നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക. അതിന് 99% ചാൻസ് റീവാലുവേഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുക. ജൂണിൽ തന്നെ റിസൾട്ടും വരും. അന്നേരം അതിൻ്റെ ടെൻഷൻ വേണ്ട. അന്നേരം ടെൻഷനൊന്നും വേണ്ട, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളും, കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. അപ്ഡേറ്റ്സ് കൃത്യമായിട്ടും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.